Hey guys, this is Charlie Bob. Welcome back to another vlog. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രാഫിക്സ് എക്സാം ആണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് വരുന്നത്. അതിനൊരു 10 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് 29. അപ്പോൾ ഇപ്പോൾ തൊട്ടേ ഗ്രാഫിക്സ് പഠിച്ചുകൊണ്ടിരിക്കണോ അതോ ബുദ്ധിപരമായിട്ട് നീങ്ങി നിങ്ങളുടെ 31th എക്സാം പഠിക്കണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ചിലർക്ക് ഗ്രാഫിക്സ് പഠിക്കാൻ കുറെ സമയം വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾ ആ ഒരു 31st എക്സാം ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ട് നിങ്ങളൊരു അത്രയും ഗ്രാഫിക്സ് പാടുള്ളവരാണെങ്കിൽ ഒരു 5 days അല്ലെങ്കിൽ 6 days മുന്നേ ഗ്രാഫിക്സ് തുടങ്ങിയാലും മതി. അപ്പൊ ഗ്രാഫിക്സിൽ നിങ്ങൾക്ക് ഇപ്പൊ യൂട്യൂബ് ചാനൽ ചോദിച്ച് കുറെ പേര് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ചോദിച്ചിട്ട് കുറെ പേര് വരുന്നുണ്ട്. അപ്പൊ വ്ളോഗിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, അതുപോലെ എല്ലാം കിട്ടുന്ന ഒരു വാട്സ്ആപ്പ് ചാറ്റ് ബോട്ട് ആണ് ഇത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ വളരെ ഈസി ആയിട്ട് കോളേജ് ദിവസത്തിന്റെ ഈ ഒരു വാട്സ്ആപ്പ് ചാറ്റ് ബോട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. PDF രൂപത്തിലാണ് നോട്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ഇവരെല്ലാം കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയേഴ്സിന് വേണ്ടിയിട്ട് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചാറ്റ് ബോട്ട് ആണിത്. ഈ ഒരു ചാറ്റ് ബോട്ടിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് എൻറോൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം ഇത് ഷെയർ ചെയ്യാം. അപ്പൊ നമ്മുടെ വ്ളോഗിലേക്ക് വരുമ്പോൾ നമ്മളിപ്പം ഗ്രാഫിക്സ് ആൻഡ് മെക്കാനിക്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പൊ ഞാൻ ഗ്രാഫിക്സിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഗ്രാഫിക്സിന് നിങ്ങൾക്ക് ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു ചാനലാണ് റേഡിയൻസ് അക്കാഡമി ഓഫ് സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എഞ്ചിനീയറിംഗ് സയൻസ് വന്നിട്ടുള്ള ഒരു ചാനൽ. ഇത് ടോണി വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാറാണ് ഇതിന്റെ ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പം ഈ ഒരു സാറ് മെയിൻ ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഇതിൽ ഇട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് സിലബസ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 2019 സ്കീമിന്റെയും 2024 സ്കീമിന്റെയും ഏതൊക്കെ ടോപ്പിക്സ് ആണ് സിമിലർ ഉള്ളതെന്നുള്ളത്. ഇപ്പൊ ഗ്രാഫിക്സിന്റെ ഒരു ബേസിക്സ് കോൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാവാൻ ഈ ഒരു ചാനലിലെ വീഡിയോസ് യൂസ്ഫുൾ ആണ്. ഞാൻ ഈ ഒരു വീഡിയോസ് മാത്രമായിരുന്നു കണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്രാഫിക്സ് പഠിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് അത് വരച്ച് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു അൺറൂൾഡ് ആയിട്ടുള്ള ബുക്ക് വാങ്ങിയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു സപ്ലി പേപ്പറും ഉണ്ട്. അപ്പൊ ആ രണ്ട് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പോർഷൻസ് ഏതൊക്കെയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഈ ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ കോമൺ ആയിട്ട് വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ഗ്രാഫിക്സിൽ സ്റ്റുഡൻസ് മാർക്ക് റെഡ്യൂസ് ആവുന്ന കോമൺ കുറെ മിസ്റ്റേക്സ് ആണ്. ഇതപ്പം ഞങ്ങളുടെ സാറ് ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ്. അപ്പൊ അതിന്റെ ആയിട്ടുള്ള ഒരു കോമൺ മിസ്റ്റേക്സ് ആണ്. നിങ്ങൾക്ക് മാർക്ക് സെമസ്റ്റർ എക്സാമിന് എങ്ങനെയാണ് റെഡ്യൂസ് ആവാന്നുള്ളത്. ഫസ്റ്റ് വൺ, ഫ്രീ ഹാൻഡ് ഡ്രോയിങ് അലൗഡ് ആണ്, പക്ഷെ നിങ്ങൾക്ക് മാർക്ക് നല്ലോണം റെഡ്യൂസ് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള സ്കെയില്, പ്രൊട്രാക്ടർ, കോമ്പസ്, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കൊണ്ട് വേണം എക്സാം ഹാളിൽ പോയി ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു കാര്യം ആരും തന്നെ ചെയ്യരുത്. കാരണം ഗ്രാഫിക്സ് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ചെയ്താൽ നിങ്ങൾ അത്ര ഒരു ഇമ്പോർട്ടൻസ് ആ എക്സാമിന് കൊടുക്കത്തുള്ളൂ എന്നാണ് അവർ വിചാരിക്കുന്നത്. അടുത്ത ഒരു മിസ്റ്റേക്ക് ആണ് റോങ് ലൈൻ ടൈപ്സ്. അതായത് ഇപ്പൊ എക്സ് ആക്സിസ്, വൈ ആക്സിസ് പോലും മാർക്ക് ചെയ്യാൻ അറിയാത്ത ഒരാളാണ് ഗ്രാഫിക്സിന്റെ ഡ്രോയിങ് ചെയ്യുന്നതെങ്കിൽ അപ്പൊ തന്നെ അവിടെ നല്ല മാർക്ക് റെഡ്യൂസ് ആവും. പിന്നെ മിസ്സിംഗ് ലേബൽസ്, കൃത്യമായിട്ടുള്ള ലേബൽസ് കൊടുക്കണം. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ സ്റ്റെപ്പ് എഴുതി പോകുന്നത്. നമ്മൾ പറയില്ല സ്റ്റെപ്പ്, ഡ്രോ ലൈൻ AB, അങ്ങനത്തെ കുറെ സ്റ്റെപ്പ്. അപ്പൊ AB എന്നുള്ള ആ ഒരു പോയിന്റ്സ് അവിടെ ഉണ്ടായിരിക്കണം. ഇപ്പൊ ലേബൽസ് ഇല്ലെങ്കിൽ സ്റ്റെപ്പ് വായിക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലാവില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ സ്റ്റെപ്സും എഴുതി പോകണം. ഇപ്പൊ എല്ലാം വരച്ചു വെച്ച് കഴിഞ്ഞിട്ട് സ്റ്റെപ്സ് എഴുതാൻ മറന്നു പോകുന്നവരുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളത് റോങ് വ്യൂ പ്ലേസ്മെന്റ്, ഫ്രണ്ട് വ്യൂ, ബാക്ക് വ്യൂ, ടോപ്പ് വ്യൂ, അങ്ങനത്തെ വ്യൂസ് ഒക്കെ റോങ് ആയിട്ട് കൊണ്ട് പ്ലേസ് ചെയ്യരുത്. അതായത് മുകളിൽ വരയ്ക്കേണ്ട സാധനം താഴെ കൊണ്ട് വരയ്ക്കല്ല. ഇതൊക്കെ ഭയങ്കര വലിയ മിസ്റ്റേക്സ് ആണ്. പിന്നെ ഉള്ളതാണ് ഡ്രോയിങ് ടു ബിഗ് ഓർ ടു സ്മോൾ. ഭയങ്കര കുഞ്ഞായിട്ട് വരച്ചു വെക്കില്ല, ഭയങ്കര വലുതായിട്ട് വരച്ചു വെക്കില്ല. അതിൽ തന്നെ ആ ക്വസ്റ്റ്യനിൽ നല്ല പ്രോപ്പർ മെഷർമെന്റ്സ് ഒക്കെ കാണുമല്ലോ. അപ്പം ഏകദേശം ഒരു ഗ്രാഫിക്സ് പഠിപ്പിക്കുന്ന ആൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം വലുപ്പത്തിൽ അത് വരും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ എറേസ് എക്സ്ട്രാ കൺസ്ട്രക്ഷൻ ലൈൻസ്. നമ്മൾ ബാക്കി വരച്ചേക്കുന്ന, അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് വരയ്ക്കുന്ന കുറച്ച് ലൈൻസ് ഉണ്ടല്ലോ ലാസ്റ്റ് നമ്മൾ മായ്ച്ചു കളയാൻ വേണ്ടി വെച്ചേക്കുന്നത്, അത് ഒത്തിരി ഇങ്ങനെ റഫായിട്ട് വെച്ചാൽ ഇത്ര ഡാർക്ക്നെസ് കൂട്ടി വരയ്ക്കാണ്ട് ലൈറ്റ് ആയിട്ട് വരച്ചിട്ട് ലാസ്റ്റ് അത് എറേസ് ചെയ്ത് കളയാനും കൂടി ശ്രദ്ധിക്കുക. അപ്പൊ കുറച്ചും കൂടെ ഒരു വൃത്തി തോന്നിക്കും. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഗ്രാഫിക്സ് എക്സാം നമ്മൾ എഴുതുമ്പോൾ ആ ടീച്ചേഴ്സിന് കൂടുതലായിട്ട് കുറച്ചുകൂടി ഇംപ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു മിസ്റ്റേക്സ് എല്ലാം ആരും ചെയ്യാണ്ടിരിക്കാം. അപ്പൊ ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഗ്രാഫിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, മെക്കാനിക്സ്, അപ്പൊ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് പിന്നെ എനിക്ക് വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞ
ചാറ്റ് ബോർഡ് ലിങ്ക് എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടാൻ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാൻ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.